അപ്പൊ തുടങ്ങാല്ലേ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? പുറത്തേക്ക് വരൂ. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? പുറത്തേക്ക്. വേലു ഒക്കെ അല്ലേ? പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? സൈലന്റ് ആക്കി നിങ്ങൾ അങ്ങോട്ട് പിടിയുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പറഞ്ഞോളൂ. എന്താണ് അടുത്ത നിലപാടെന്താണ്? നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും. പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയാ കൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ. പാർട്ടി പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുള്ള നാട്ടുകാരുടെ പിന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പഠിക്കണം. അതിനെന്താ ഒരു വഴി? അതില്ല, അങ്ങനെയൊന്നില്ല. ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാടിയും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്. ഇതൊക്കെ എന്ത്? എല്ലാടിയും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല. അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്. പാർട്ടി എത്രയോ വലുതാണ്. ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാ? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല. കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ തുടരും. സ്വതന്ത്രനായി മത്സരിക്കാനില്ല എന്ന് മാത്രമല്ല, ഒരച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തുടരും എന്ന് സുധാകരൻ.